ജമ്മു കാശ്മീരിൽ സുരക്ഷാ മുന്നറിയിപ്പ്. അതിർത്തി കേന്ദ്രീകരിച്ച് പാക് ചാരസംഘടനയായ ISI ആക്രമണത്തിന് തയ്യാറെടുക്കുന്നതായി സൈനിക വൃത്തങ്ങൾ. പെഹൽഗാം ആക്രമണത്തിന് സമാനമായ സംഭവം ഉണ്ടായേക്കാമെന്നാണ് മുന്നറിയിപ്പ്. ഭീകരൻ ശ്രീനഗറും ഗന്ധർബലും ലക്ഷ്യമിട്ടതായി രഹസ്യാന്വേഷണ വിഭാഗം. കശ്മീർ മേഖലയിൽ നിരവധി റോഡുകൾ അടച്ചു. വിവരങ്ങളുമായി കശ്മീരിൽ നിന്ന് നന്ദഗോപൻ ചേരുന്നുണ്ട്. നന്ദഗോപൻ, വലിയ മുന്നറിയിപ്പാണ് രഹസ്യാന്വേഷണ ഏജൻസികൾ നൽകിയിരിക്കുന്നത്. ഈ പഹൽഗാം ഭീകരാക്രമണത്തോടെ ഈ ഉറങ്ങിക്കിടന്ന സ്ലീപ്പർ സെല്ലുകളെല്ലാം അതീവ ശക്തിയോടെ മുന്നോട്ട് വരുന്നു എന്ന വളരെ ജാഗ്രതയോടെയുള്ള മുന്നറിയിപ്പാണ് ഇന്റലിജൻസ് ഏജൻസികൾ നൽകുന്നത്. മറ്റു വിവരങ്ങൾ? ദിലിമ, പെഹൽഗാമിലെ ബൈസരൻ വാലിയിൽ നടന്ന ഭീകരവാദ അക്രമത്തിന് സമാനമായ രീതിയിൽ മറ്റ് കശ്മീരിൻ്റെ വിവിധ മേഖലകളിൽ ഭീകരവാദ അക്രമങ്ങൾ ഉണ്ടാകാമെന്നുള്ളതാണ് പ്രധാനമായും ഇൻ്റലിജൻസ് ബ്യൂറോ നൽകിയിരിക്കുന്ന റിപ്പോർട്ടുകൾ. ഇതിൽ പ്രധാനമായും ഭീകരർ ലക്ഷ്യം വെക്കുന്നത് ശ്രീനഗറും അതേപോലെ തന്നെ മറ്റൊരു ഇടവുമാണ്. ഇത് സുരക്ഷാ കാരണങ്ങളാൽ തന്നെ വിവിധ ഏജൻസികൾ ഇത്തരം നിർദ്ദേശങ്ങൾ നൽകിയിട്ടുണ്ട്, പേര് വിവരങ്ങൾ പുറത്തുവിടരുന്നുള്ളത്. ഏതായാലും ഗന്ധർബലും അതേപോലെ തന്നെ ശ്രീനഗറും ഈ ഭീകരർ ലക്ഷ്യമിടുന്നു എന്നുള്ളത് ഇന്റലിജൻസ് ബ്യൂറോ ഇതിനോടകം തന്നെ വ്യക്തമാക്കിയിട്ടുണ്ട്. കാശ്മീരിലുടനീളം ഹൈ അലർട്ട് പ്രഖ്യാപിച്ചിരിക്കുകയാണ്. സേനാ വിന്യാസം ഒരു മേഖലയിൽ കൂടുതലായി സജ്ജമായിരിക്കുന്നു. അതേപോലെ തന്നെ സേനാ നീക്കങ്ങളും ഇതിനോടകം തന്നെ സജ്ജമായി കഴിഞ്ഞു. വിവിധ മേഖലകളിൽ സേനകളെ ഇതിനോടകം തന്നെ വിന്യസിച്ചു കഴിഞ്ഞു. പ്രത്യേകിച്ച് ദേശീയ പാതയിലും അതേപോലെ തന്നെ നഗരഭേദമില്ലാതെ മുഴുവനിടങ്ങളിലും സേനാ വിന്യാസം ഇതിനോടകം തന്നെ പൂർത്തിയായി കഴിഞ്ഞിരിക്കുന്നു. അതേപോലെ തന്നെ ഗ്രാമപ്രദേശങ്ങളിൽ പ്രത്യേക നിരീക്ഷണത്തിനായി പ്രത്യേക ടീമിനെ സജ്ജീകരിച്ചുള്ള സംവിധാനമാണ് ഒരുക്കിയിട്ടുള്ളത്. പ്രത്യേകിച്ച് ഇത്തരം ഭീകരർ ഈ ഗ്രാമങ്ങളിൽ ചെന്ന് അവിടെ പാർക്കാമെന്നുള്ള അത്തരം ചില ലക്ഷ്യങ്ങൾ അവർക്കുണ്ട്. കാര്യം ഇതിനോടൊക്കെ തന്നെ ഈ പെഹൽഗാം ഭീകരവാദത്തിൽ പങ്കെടുത്ത അക്രമികൾ അവർ ത്രാൽ എന്ന മേഖലയിലെത്തി അവിടെ ഒരു ഗ്രാമത്തിൽ താമസിച്ചിരുന്നതായി രഹസ്യാന്വേഷണ വിഭാഗത്തിന് റിപ്പോർട്ട് ലഭിച്ചിരുന്നു. ഇതിൻ്റെ അടിസ്ഥാനത്തിൽ ഗ്രാമങ്ങൾ കേന്ദ്രീകരിച്ചും പരിശോധനകൾ ശക്തമാണ്. ഗ്രാമങ്ങളിലേക്കും ഈ ഫോഴ്സിനെ കൂടുതലായി ഡിപ്ലോയ് ചെയ്തിട്ടുണ്ട്. ഒപ്പം തന്നെ അതിർത്തി മേഖലകളിൽ ലൈൻ ഓഫ് കൺട്രോളിലടക്കം സുരക്ഷ കർശനമാക്കിയിട്ടുണ്ട്. ISI ഭീകരർ, പാക് ചാരസംഘടനയായ ISIയുടെ ഭീകരർ ഈ മേഖലയിലേക്ക് എത്തി നുഴഞ്ഞു കയറി അക്രമങ്ങൾ ഉണ്ടാക്കാനുള്ള സാധ്യതയാണ് കാണുന്നത്. ഒപ്പം തന്നെ ഈ സ്ലീപ്പർ സെല്ലുകൾ കൂടുതലായി സജീവമായിട്ടുണ്ട് എന്നുള്ളതാണ് രഹസ്യാന്വേഷണ വിഭാഗം നൽകുന്ന റിപ്പോർട്ടുകൾ. ഇതിൻ്റെ അടിസ്ഥാനത്തിൽ വിവിധ മേഖലകളിൽ നിരീക്ഷണം കർശനമാക്കിയിട്ടുണ്ട്. കാശ്മീരിലെ 48 ടൂറിസം കേന്ദ്രങ്ങൾ ഇതിനോടകം തന്നെ അടച്ചു. അതേപോലെ തന്നെ എന്തും സംഭവിക്കാമെന്നുള്ളൊരു സാഹചര്യമാണ് ഇപ്പോൾ കാശ്മീരിൽ നിലനിൽക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഈ 48 ടൂറിസം കേന്ദ്രങ്ങളും അടച്ചിരിക്കുന്നത്. നേരത്തെ സൈന്യം അവിടെ സുരക്ഷാ ഓഡിറ്റ് നടത്തിയിരുന്നു. ഇതിൻ്റെ അടിസ്ഥാനത്തിൽ കൂടി ഇത്തരം ഈ 48 കേന്ദ്രങ്ങളും അടച്ചിരിക്കുന്നത്. മാത്രമല്ല ഇതിനു പുറമെ ഈ സ്ലീപ്പർ സെല്ലുകൾ ഈ കേന്ദ്രങ്ങളിലൊക്കെ തന്നെ അക്രമങ്ങൾ നടത്തുവാനുള്ള സാധ്യതയാണ് ഇൻ്റലിജൻസ് ബ്യൂറോ മുന്നിൽ കാണുന്നത്. അത് ഈ പെഹൽഗാം അക്രമത്തിന് സമാനമായി നേരിട്ട് സൈന്യത്തെയോ അല്ലെങ്കിൽ മറ്റ് പോലീസിനെയോ CRPFനെയോ ഒന്നും ആയിരിക്കില്ല ആക്രമിക്കുക, സാധാരണക്കാരായ ജനങ്ങളെ ആക്രമിക്കുമെന്നുള്ളതാണ് പ്രധാനമായും ഇൻ്റലിജൻസ് ബ്യൂറോ നൽകുന്ന വിവരങ്ങൾ. അതുകൊണ്ട് തന്നെ ഇത്തരം കേന്ദ്രങ്ങളിൽ, ഈ ടൂറിസം കേന്ദ്രങ്ങളിലടക്കം സുരക്ഷ കർശനമാക്കിയ സാഹചര്യമാണ്. പ്രത്യേകിച്ച് നമുക്കറിയാം പെഹൽഗാമിൽ അവിടെ സാധാരണക്കാരായ വിനോദസഞ്ചാരികൾക്ക് നേരെയാണ് ഭീകരവാദികൾ വെടിയുതിർത്തത്. ഇത്തരം സാഹചര്യങ്ങൾ ഇനിയും ഉണ്ടാകാതിരിക്കുവാനുള്ള എല്ലാ മുൻകരുതലുകളും സ്വീകരിച്ചതായാണ് സൈനിക വൃത്തങ്ങൾ നൽകുന്ന സൂചനകൾ. അതേപോലെ തന്നെ ലൈൻ ഓഫ് കൺട്രോളിൽ ഇത്തരം സമാനമായ സാഹചര്യങ്ങൾ ഉണ്ടാകാനുള്ള ഒരു സാധ്യത മുൻകൂട്ടി കണ്ട് അവിടങ്ങളിലും BSFൻ്റെ വിന്യാസം കൂടുതലായി വർദ്ധിപ്പിച്ചിട്ടുണ്ട്. ഒപ്പം തന്നെ ജമ്മു കാശ്മീർ പോലീസിനോട് കൃത്യമായി അലർട്ടായിരിക്കുവാനുള്ള നിർദ്ദേശമാണ് നൽകിയിരിക്കുന്നത്. ഇങ്ങനെ വിവിധ ഫോഴ്സുകൾ ഇതിനോടകം തന്നെ കശ്മീരിൽ സജ്ജമായി കഴിഞ്ഞു. പ്രത്യേകിച്ച് ഏത് തരത്തിലുള്ള അക്രമത്തെയും നേരിടുവാൻ വേണ്ടി ഭാരതം തയ്യാറാകണമെന്ന് ഇതിനോടകം ഡൽഹിയിൽ നിന്നുമുള്ള നിർദ്ദേശമുണ്ട്. ഇതിൻ്റെ അടിസ്ഥാനത്തിൽ എല്ലാ മേഖലകളിലും എല്ലാ ഫോഴ്സുകളും തയ്യാറായി കഴിഞ്ഞു. കരസേന, നാവികസേന, വ്യോമസേന അടക്കമുള്ള നമ്മുടെ വിവിധ സേനാ വിഭാഗങ്ങളും എന്തും നേരിടുവാൻ വേണ്ടി സജ്ജമായി തന്നെ രംഗത്തിറങ്ങി നിൽക്കുന്ന സാഹചര്യമാണ് നിലനിൽക്കുന്നത്. ഏതായാലും ഇപ്പോഴും ഈ പെഹൽഗാം അക്രമത്തിലുമായി ബന്ധപ്പെട്ട് അതിൽ ഉൾപ്പെട്ട തീവ്രവാദികളെ പിടികൂടാൻ സാധിച്ചില്ല. മസൂദ് ഹസൻ അയാളായിരുന്നു ഇതിൻ്റെ പ്രധാന സൂത്രധാരൻ എന്നുള്ളതാണ്. അയാൾ പാകിസ്ഥാൻ പട്ടാളത്തിൻ്റെ ഭാഗമായിരുന്നു. അയാൾ ഒരു കമാൻഡോ ആയിരുന്നു പാകിസ്ഥാൻ പട്ടാളത്തിൻ്റെ. അതുകൊണ്ട് തന്നെ അയാൾക്ക് കൃത്യമായ ട്രെയിനിങ്ങുകളും മറ്റും ലഭിച്ചിട്ടുണ്ട്. നാവിഗേഷൻ അടക്കം അയാൾക്ക് കൃത്യമായി വളരെ അതായത് ഈ ദിശ കണ്ടുപിടിക്കുവാനുള്ള ഒരു സജ്ജീകരണം വരെ അയാളുടെ പക്കലുണ്ട് എന്നുള്ളതാണ് വിവിധ കേന്ദ്ര ഏജൻസികൾ നൽകിയ റിപ്പോർട്ടുകൾ. ഇതിൻ്റെ ഭാഗമായി തന്നെ കാശ്മീരിലെ 800 കിലോമീറ്റർ വരുന്ന വനമേഖലയിലാകെ തന്നെ കർശന പരിശോധനയാണ് ഇപ്പോൾ നടക്കുന്നത്. ഒപ്പം തന്നെ ഈ വനമേഖല മാത്രമല്ല, ഈ അതിർത്തിയോട് ചേർന്ന് കിടക്കുന്ന മുഴുവൻ മേഖലകളിലും പരിശോധന കർശനമാക്കിയിട്ടുണ്ട്. ഈ ഭീകരർ ജമ്മു മേഖലയിലേക്ക് കടക്കുവാനുള്ള സാധ്യതയാണ് ഇന്റലിജൻസ് ബ്യൂറോ മുന്നിൽ കണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ജമ്മുവിലും കാശ്മീരിലും പുറമെ ബന്ധപ്പെട്ട ഒട്ടേറെ സംശയങ്ങൾക്കുള്ള
മറുപടി കൂടി അവിടുത്തെ ദൃശ്യങ്ങളിൽ നിന്നൊക്കെ പുറത്തു വരുന്നുണ്ട്. നന്ദൻ, നേരത്തെ നമ്മൾ ചൂണ്ടിക്കാണിച്ച ഒരു കാര്യമാണ് സിപ്ലൈൻ ഓപ്പറേറ്റർ അവിടെ വെടിവെച്ച് മുഴങ്ങുമ്പോൾ അല്ലാഹു അക്ബർ എന്ന് നിരന്തരം ഉരുവിട്ടുകൊണ്ടിരിക്കുന്ന ഒരു സിപ്ലൈൻ ഓപ്പറേറ്ററെ നമ്മൾ കണ്ടതാണ്. അയാളെ അടക്കം ഇപ്പോൾ കസ്റ്റഡിയിൽ എടുത്തിട്ടുണ്ട്, ചോദ്യം ചെയ്യുന്നുണ്ട്. അപ്പോൾ വളരെ കൃത്യമായി ഇത്തരത്തിൽ വെടിവെച്ച മുഴങ്ങുമ്പോൾ ഇത്ര വലിയൊരു ഭീകരാക്രമണം അവിടെ നടക്കുമ്പോൾ ഈ സിപ്ലൈൻ ഓപ്പറേറ്റർക്ക് ഒരു ഭാവഭേദവുമില്ല. അയാൾ അത് ആസ്വദിച്ചുകൊണ്ടാണ് ഇത്തരത്തിൽ അല്ലാഹു അക്ബർ എന്ന് ഉരുവിട്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ വളരെ കൃത്യമായി പ്രാദേശികമായ സഹായം ലഭിച്ചിട്ടുണ്ട് എന്ന് പറയുന്നതിൽ ഒരു തർക്കവുമില്ലല്ലോ. തീർച്ചയായിട്ടും ഗുജറാത്ത് അഹമ്മദാബാദ് സ്വദേശിയായ ഋഷി ഭട്ട് എന്നുള്ള ആൾ ചിത്രീകരിച്ച ദൃശ്യങ്ങളാണ് ഇതിനോടകം തന്നെ പുറത്തു വന്നിരിക്കുന്നത്. ഇയാൾ സിപ്നയിലേക്ക് കയറുമ്പോൾ ആ സമയം തന്നെയാണ് വെടിയൊച്ച കേൾക്കുന്നത്. വെടിയൊച്ച കേൾക്കുന്ന ആ മാത്രയിൽ ഇയാളെ സംരക്ഷിക്കുവാനോ അല്ലെങ്കിൽ ഈ സിപ്ലൈൻ ഓപ്പറേഷൻ നിർത്തുവാനോ ഈ ഓപ്പറേറ്റർ തയ്യാറായില്ല. മറിച്ച് അല്ലാഹു അക്ബർ എന്ന് വിളിച്ചുകൊണ്ട് ഈ സിപ്ലൈൻ ഓപ്പറേഷൻ വീണ്ടും തുടരുന്ന ഒരു സാഹചര്യമായിരുന്നു ഉണ്ടായിരുന്നത്. അങ്ങനെ ഈ ഋഷി ഭട്ട് പകർത്തിയ ദൃശ്യങ്ങൾ ഇതിനോടകം തന്നെ വൈറലായിട്ടുണ്ട്. അതിൽ കാണാം ആൾക്കാർ ചിതറി ഓടുന്നതും അതേപോലെ തന്നെ ഒരാൾ വെടിയേറ്റ് വീഴുന്നതും ഒക്കെ തന്നെ ആ ദൃശ്യങ്ങളിൽ വ്യക്തമാണ്. ഏതായാലും NIA പ്രത്യേക സംഘം IG, DIG അതേപോലെ തന്നെ SP റാങ്കിലുള്ള 3 ഉദ്യോഗസ്ഥരുടെ നേതൃത്വത്തിൽ പ്രത്യേക സംഘമായി തിരിഞ്ഞുകൊണ്ടുള്ള അന്വേഷണമാണ് നടക്കുന്നത്. ഈ അന്വേഷണ സംഘം ഇതിനോടൊപ്പം തന്നെ ഈ മൊബൈൽ ഫോൺ കരസ്ഥമാക്കിക്കൊണ്ട് അത് ശാസ്ത്രീയ പരിശോധനയ്ക്ക് വിധേയമാക്കിക്കൊണ്ട് മാത്രമല്ല അവിടെ ഉണ്ടായിരുന്ന പ്രാദേശിക ആൾക്കാരെ അല്ലെങ്കിൽ അവിടെ ഉണ്ടായിരുന്ന ഈ കുതിരക്കാർ അതേപോലെ തന്നെ മറ്റ് കച്ചവടക്കാർ ഇവരെല്ലാം തന്നെ ചോദ്യം ചെയ്യാൻ വിളിപ്പിച്ചിട്ടുണ്ട്. ഇതിനോടകം തന്നെ ഈ സിപ്ലൈൻ ഓപ്പറേറ്റർ NIA കസ്റ്റഡിയിലുണ്ട്. അയാളെയും ചോദ്യം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതിനൊക്കെ അപ്പുറത്തേക്ക് ഈ സംഭവം നടക്കുമ്പോൾ ജമ്മു കാശ്മീർ പോലീസിൻ്റെ ഒരു ഉദ്യോഗസ്ഥൻ, സായുധധാരിയായ ഒരു ഉദ്യോഗസ്ഥൻ ആ മെയിൻ ഗേറ്റിന് സമീപം കാവലുണ്ടായിരുന്നു. ഈ വെടിയൊച്ച കേട്ടപ്പോഴോ ഈ അക്രമം നടന്നപ്പോഴോ അയാൾ പ്രതികരിച്ചില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ഇതിനു പുറമെ 3 സെക്യൂരിറ്റി ഫോഴ്സ്, ഒരു പ്രൈവറ്റ് സെക്യൂരിറ്റി ഫോഴ്സുകളും അവിടെ ഉണ്ടായിരുന്നു. എന്നാൽ ഇവരാരും തന്നെ ഇതിനോട് പ്രതികരിച്ചില്ല എന്നുള്ളതാണ്. പിന്നീട് അവിടെ സുരക്ഷാ സേന, CRPFൻ്റെയും സൈന്യത്തിൻ്റെയും സുരക്ഷാ സേന അവിടേക്ക് എത്തേണ്ടി വന്നു ഇവരെ രക്ഷപ്പെടുത്തുവാൻ വേണ്ടി. സ്വാഭാവികമായും ഈ പോലീസുകാരൻ ഉൾപ്പെടെ ഇതിൽ പങ്കുണ്ടോ അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിൽ പ്രാദേശിക സഹായം ലഭിച്ചോ തുടങ്ങിയ കാര്യങ്ങൾ അന്വേഷണ വിധേയമാക്കേണ്ടിയിരിക്കുന്നു. അതുകൊണ്ട് തന്നെ NIA ഇവരെ എല്ലാം തന്നെ ഇപ്പോൾ കസ്റ്റഡിയിലെടുത്തിരിക്കുകയാണ്. ഒരു ദിവസം 100ഓളം പേരെ കസ്റ്റഡിയിലെടുത്താണ് ചോദ്യം ചെയ്യുന്നത്. ഏതെങ്കിലും രീതിയിൽ സംശയം ഉളവാകുന്ന ഏതെങ്കിലും മറുപടി അവരിൽ നിന്നും ലഭിക്കുന്ന പക്ഷം അവരെ വീണ്ടും കസ്റ്റഡിയിൽ തുടർന്നും ചോദ്യം ചെയ്തു വരുന്ന ഒരു സാഹചര്യമാണ് നിലനിൽക്കുന്നത്. ഏതായാലും ഇപ്പോൾ ഈ പോലീസുകാരനും അതേപോലെ തന്നെ സിപ്ലൈൻ ഓപ്പറേറ്ററും അവിടുത്തെ ഏതാനും ചില കുതിരക്കാരുമൊക്കെ തന്നെ ഇപ്പോഴും കസ്റ്റഡിയിൽ നിലനിൽക്കുകയാണ്. കസ്റ്റഡിയിൽ അവരെ ചോദ്യം ചെയ്തു വരികയാണ് എന്നുള്ളതാണ് NIA വൃത്തങ്ങൾ നൽകുന്ന സൂചന. ഇപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട അന്വേഷണം വളരെ കാര്യമായി തന്നെ പുരോഗമിക്കുന്നുവെന്ന് NIA വ്യക്തമാക്കുന്നു. ഇതിനോടകം തന്നെ 15 പേരുടെ അറസ്റ്റും രേഖപ്പെടുത്തിയിട്ടുണ്ട്. നീലിമ. ഓക്കെ, നന്ദനാണ് സമഗ്ര വിവരങ്ങൾ നൽകുന്നത്. മറ്റൊരു ഭീകരാക്രമണത്തിന് ISI കോപ്പുകൂട്ടുന്ന സാഹചര്യം ഉണ്ട് എന്ന് വലിയ മുന്നറിയിപ്പ് സുരക്ഷാ ഏജൻസികൾ നൽകുകയാണ്.